ഗവർണറുടെ വിഷയത്തിൽ PM ശ്രീയിൽ അല്ലെങ്കിൽ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ നമ്മൾ നോക്ക് ഇന്ത്യയെ ശ്രദ്ധിച്ച സഹകരണാത്മക ഫെഡറലിസത്തിന് വേണ്ടിയിട്ട് യൂണിയൻ ഗവൺമെന്റ് സ്വീകരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ ഇന്ത്യയെ ശ്രദ്ധിച്ച ഏറ്റവും വലിയ സമര മുന്നേറ്റം, ബഹുജന മുന്നേറ്റം ഇപ്പോഴും നിലനിർത്തി മുമ്പോട്ടേക്ക് പോകുന്ന ഇന്ത്യയിലെ സ്റ്റേറ്റ് കേരളമാണ്. അങ്ങ് പരിശോധിക്ക്. അത് ഡൽഹിയിലെ ഒരു സമരം മാത്രമല്ല. ഈ മാർച്ചിൽ ഇത്രയും ക്ഷേമ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി മുമ്പോട്ടേക്ക് പോകുന്ന ഘട്ടത്തിൽ മാർച്ച് മാസം ലഭിക്കേണ്ട 5600 കോടി രൂപ തരില്ല എന്ന് യൂണിയൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. കൊയ്തിട്ട നെല്ലിന്റെ പണം കുറയ്ക്കണം എന്ന് കത്തെഴുതി. അതിനെതിരെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ ഉച്ചയൂണ് ഉപേക്ഷിച്ച് സമരമിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും ജനപ്രതിനിധികളും അത്രയും. നമ്മൾ ആ സമരം ശക്തമായി ഇന്ത്യയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാഠ്യപദ്ധതിയിൽ നിന്ന്, സർവകലാശാലകളിൽ നിന്ന് മുഗൾ വംശത്തിന്റെ ചരിത്രം റദ്ദ് ചെയ്യണമെന്ന്, ഗാന്ധി വധം ഒഴിവാക്കണമെന്ന് ഒക്കെ ഇന്ത്യയെമ്പാടും ആ പാഠപുസ്തകത്തിന്റെ വക്രീകരണത്തിന് മുമ്പിൽ, സംഘപരിവാർ അജണ്ടകൾക്ക് മുമ്പിൽ ശിരസ് കുരിക്കുമ്പോൾ RSS വിട്ടുന്നതെന്തോ അത് കേരളത്തിൽ അഡീഷണൽ ടെക്സ്റ്റായി പഠിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ആ കാര്യവുമായി മുമ്പോട്ടേക്ക് പോകുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അതിന്റെ ഒറ്റ കാര്യത്തോട് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 2024 ഓർഗനൈസർ വീണ്ടും പറയുന്നു, വിജയദശമി ദിനത്തിൽ 5649 ശാഖകൾ ദിനം പ്രതി പ്രവർത്തിക്കുന്ന, ഭൂവിസ്തൃതിയുടെ 1.8% 5600 ശാഖ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തങ്ങളുടെ ഒന്നാമത്തെ സ്ഥലം കേരളമാണ്. ഇല്ലേ? എന്തുകൊണ്ട് കേരളം സെക്യുലറായി തുടരുന്നു? ഗോൾവൽക്കറുടെ ജന്മവാർഷികം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പ്രതിപക്ഷ നേതാവ് ഉള്ളതുകൊണ്ടോ? അതോ ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് കേരളത്തിൽ ഉള്ളതുകൊണ്ടാണോ? അതോ ലീഗോ ജമാഅത്തെ ഇസ്ലാമിയോ SDPI ഉള്ളത് കൊണ്ടാണോ? എന്തുകൊണ്ട് കേരളം? അങ്ങ് കണ്ടില്ലേ ഒറ്റ അനുഭവം? ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്കൊക്കെ ശേഷമല്ലേ കണ്ണൂരിലെ ഒരു ആരാധനാലയത്തിൽ RSSന്റെ ഗണഗീതം കേൾക്കുന്നു. അത് CPMന് വലിയ സ്വാധീനമൊന്നുമുള്ള, CPMന്റെ ആയിരക്കണക്കിന് കേഡർമാരുള്ള സ്ഥലമല്ല. പക്ഷെ എന്താണ്, RSSന്റെ ഗണഗീതം ക്ഷേത്രത്തിൽ കേൾക്കുമ്പോൾ തന്നെ രണ്ടുപേര് നേരെ കയറി ചെന്നിട്ട് പാട്ട് പാടിക്കോ, ഈ പാട്ട് ഇവിടെ പാടാൻ പറ്റില്ല. കാരണം എന്താണ്? പച്ചമണ്ണിൽ ചവിട്ട് നിൽക്കുന്ന കേരളത്തിന്റെ ഗ്രാസ് റൂട്ട് റിയാലിറ്റിയിൽ ഇപ്പോഴും വർഗീയതയോട് മുമ്പിൽ ജീവിതവും കൊടുത്ത് പോരാടുന്ന ഒറ്റ സംഗമയുള്ളൂ. അത് അങ്ങ് യോജിച്ചാലും വിയോജിച്ചാലും അത് ഇടതുപക്ഷമാണ്. അതിൻ്റെ തണലിലാണ് ഇന്ത്യയിൽ, മണിപ്പൂരിലും അഹമ്മദാബാദിലും കാശ്മീരിലും ഇപ്പം നമ്മൾ ഒത്തുചേരുമ്പോൾ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അനുരണനം ഉണ്ടാകാത്തൊരു കേരളം, ഈ 5600 ശാഖ ഉണ്ടായിട്ടും ഉണ്ടാകാത്തൊരു കേരളം എന്തുകൊണ്ടാണ്? അത് ലീഗിന്റെ സൃഷ്ടിയല്ല, കോൺഗ്രസിന്റെ സംഭാവനയല്ല. ഇതിന് ജീവിതവും കൊടുത്ത് പോരാടുന്ന ഇടതുപക്ഷം കേരളത്തിന് കാവൽ നിൽക്കുന്നതുകൊണ്ടാണ്.